മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. യിരെമ്യാവ് 2:13 ഇസ്രായേലിൻ്റെ 2 ദോഷങ്ങളെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു. വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് പാഴ്നിലവും കുഴികളും വരൾച്ചയും കൂരിരുളും ഉള്ള ദേശമായി മനുഷ്യസഞ്ചാരവും ആൾപ്പാർപ്പും ഇല്ലാത്ത മരുഭൂമിയിൽ കൂടി നടത്തി പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിൽ എത്തിച്ച ദൈവത്തെ മറന്ന് മിഥ്യാമൂർത്തികളെ സേവിച്ച് പാപം ചെയ്ത ജനത്തോട് പ്രവാചകനിൽ കൂടി ദൈവം പറയുന്നത്, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു. മരുഭൂമിയിൽ കൂടി നിങ്ങളെ നടത്തി ഫലവത്തായ ദേശത്ത് നിങ്ങളെ എത്തിച്ച ദൈവത്തെ നിങ്ങൾ അന്വേഷിക്കുന്നില്ല. യഹോവ എവിടെ എന്ന് പുരോഹിതന്മാർ പോലും അന്വേഷിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ നിരസിച്ചിരിക്കയാൽ നിങ്ങൾക്ക് ദോഷം സംഭവിക്കും. ഇസ്രായേലിൻ്റെ പാപം ചവർക്കാരം തേച്ച് ചാരവെള്ളം കൊണ്ട് കഴുകിയാലും അവ മായ്ച്ചു കളയുവാൻ കഴിയാതെ വണ്ണം അത്രമാത്രം മാലിന്യം കലർന്നതാണ് എന്ന യഹോവ കൽപ്പിക്കുന്നത്. യിരെമ്യാവ് 2:21-22 വാക്യങ്ങൾ. ഇസ്രായേലിൻ്റെ 2 ദോഷങ്ങളിൽ ഒന്നാമത്തേത് ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നതാണ്. ദൈവം നടത്തിയ വഴികളെ അവർ മറന്നു. ആകാശത്ത് നിന്ന് മന്നായും കാടപ്പക്ഷിയും പാറയിൽ നിന്ന് വെള്ളവും നൽകി അവർ ധരിച്ചിരുന്ന വസ്ത്രം പഴകിപ്പോകാതെ കാലിലിട്ടിരുന്ന ചെരുപ്പ് കീറാതെ 40 വർഷം മരുഭൂമിയിൽ കൂടി നടത്തിയ ദൈവത്തെ മറന്ന ദൈവജനം. രണ്ടാമത്തെ ദോഷം, വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ ആശ്രയിച്ച്, അതായത് ജീവനുള്ള ദൈവത്തെ മറന്ന് ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അവയെ ആരാധിച്ചു. വിഗ്രഹങ്ങളുടെ അടുക്കിലേക്ക് തിരിയരുത്, ദേവന്മാരെ നിങ്ങൾ വാർത്തുണ്ടാക്കരുത് എന്ന ദൈവത്തിൻ്റെ കൽപ്പനയെ അവർ നിരസിച്ചു. ലെവിയ 19:4. വിഗ്രഹ നിർമ്മിതിയെക്കുറിച്ച് യിരെമ്യാവ് 10:3-5 വാക്യങ്ങളിൽ പറയുന്നത്, വിഗ്രഹം ഒരുവൻ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന മരവും ആശാരി വാച്ചുകൊണ്ട് ചെയ്ത പണിയുമത്രേ. അവർ അതിനെ വെള്ളിയും പൊന്നും കൊണ്ട് അലങ്കരിക്കുന്നു. അത് ഇളകാതിരിക്കേണ്ടതിന് അതിനെ ആണിയും ചുറ്റികയും കൊണ്ട് ഉറപ്പിക്കുന്നു. അവ സംസാരിക്കുന്നില്ല. അവയ്ക്ക് നടപ്പാൻ വയ്യാതെ കൊണ്ട് അവയെ ചുമന്നുകൊണ്ടു പോകണം. യെശയ്യാവ് 40:19-20 പറയുന്നതും 46:6-7 പറയുന്നതും ഇത് തന്നെയാണ്. ദാവീദ് പറയുന്നത്, ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലയുമാകുന്നു. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, അവയുടെ വായിൽ ശ്വാസവുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെപ്പോലെയാകുന്നു. അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. സങ്കീർത്തനം 135:15-18 വരെ. ഈ വിധത്തിലുണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹങ്ങളെ ആശ്രയിക്കുന്നവരെ രക്ഷിപ്പാൻ അവർക്ക് കഴിവുണ്ടോ എന്നാണ് ദൈവം ചോദിക്കുന്നത്. ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് ഇസ്രായേലിനോട് ദൈവം പറയുന്നത്, വിശ്വാസത്യാഗിനിയായ ഇസ്രായേലേ, മടങ്ങി വരിക. ഞാൻ നിങ്ങളോട് കോപം കാണിക്കയില്ല. ഞാൻ കരുണയുള്ളവൻ, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. യിരെമ്യാവ് 3:12. ഇന്ന് കർത്താവ് നമ്മോടും പറയുന്നത് ഇത് തന്നെയാണ്, മടങ്ങി വരിക. ഇന്ന് ജീവജലത്തിൻ്റെ ഉറവയായ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് ലോക വഴികളിൽ കൂടിയല്ലേ നാം യാത്ര ചെയ്യുന്നത്? നീരുറവയ്ക്ക് പകരം ദ്രവ്യാഗ്രഹമാകുന്ന വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളിൽ ആശ്രയം വയ്ക്കുന്നവരല്ലേ നാം? യേശുക്രിസ്തുവും ശമരിയ സ്ത്രീയും തമ്മിലുള്ള സംഭാഷണം യോഹന്നാൻ 4:7 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ടല്ലോ.
കുടിക്കുവാൻ വെള്ളം ചോദിച്ച യേശുവിനോട് ശമരി സ്ത്രീ പറയുന്നത്, നീ യഹൂദനായിരിക്കെ ശമര്യക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നുവോ? തുടർന്ന് യേശു പറയുന്നത്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരും. യോഹന്നാൻ 4:13-14 വാക്യങ്ങൾ. അവൾ യേശുവിനെ അറിഞ്ഞു. ആ സാക്ഷ്യവുമായി പട്ടണത്തിൽ ചെല്ലുകയും പട്ടണവാസികൾ യേശുവിൻ്റെ അടുക്കൽ വരികയും ചെയ്തുവെന്ന 29-30 വാക്യങ്ങളിൽ വായിക്കുന്നത്. ഇന്ന് നാമും പൊട്ടക്കിണറുകളെ കുഴിച്ച് യാത്ര ചെയ്യുകയല്ലേ? ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതിൻ്റെ പിന്നാലെയുള്ള യാത്രയല്ലേ നാം നടത്തുന്നത്? 1 യോഹന്നാൻ 2:16. ഇവയൊന്നും ദൈവത്തിൽ നിന്നല്ല, ലോകത്തിൽ നിന്നുമാകുന്നു. ഒരു വിശ്വാസി ഇവയിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ജീവിക്കേണ്ടുന്നവനാ. ലോകം തരുന്നത് ഒന്നും തന്നെ നമുക്ക് ആത്മസംതൃപ്തി നൽകുകയില്ല. പാപം നമ്മെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തുന്നു. യഥാർത്ഥമായി അനുദപിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കേണ്ടുന്നവരാണ് നാം. അതിന് പറ്റാത്ത അരുവിയും ജീവജലത്തിൻ്റെ ഉറവുമായി യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്ന് പാനം ചെയ്യണം. അവിടെ യാതൊരു വിലയും കൊടുക്കണ്ട. പ്രവാചകൻ പറയുന്നത്, ദ്രവ്യവും വിലയും കൂടാതെ വന്ന് വാങ്ങിക്കൊള്ളുവീൻ എന്ന യെശയ്യാ 55:1. കർത്താവേ, ജീവൻ്റെ ഉറവയാകുന്ന നിന്നിൽ നിന്ന് പാനം ചെയ്ത് നിത്യജീവൻ പ്രാപിപ്പാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. നിന്നുടെ പാപങ്ങൾ ഘോരമാണെങ്കിലും മായ്ക്കുവാൻ ക്രൂശിലെ യാഗമില്ലേ? നിന്നുടെ പാപങ്ങൾ ഘോരമാണെങ്കിലും മായ്ക്കുവാൻ ക്രൂശിലെ യാഗമില്ലേ? അന്നവൻ പേറിയ ക്രൂശു നിർമ്മിച്ചത് നിന്നുടെ പാപമെന്നോർക്കുകില്ലേ? ആ ക്രൂശിലേക്കൊന്നു നീ നോക്കുകില്ലേ? മകനേ, മകളേ, തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു.